വെൽക്കം ടു ജെർലിൻസ് കിച്ചൺ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഇസ്താംബുൾ ടൂറാണ്. ഇത് ഇസ്താംബുൾ എയർപോർട്ടിലെ ചെറിയ ചെറിയ കാഴ്ചകൾ. മുമ്പേ നിങ്ങൾ കണ്ടത് അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഈ കാണുന്ന ഓരോ വീഡിയോസും വളരെ എന്തു പറയണ്ട, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ്. ഇതെല്ലാം അവിടുത്തെ ടർക്കിഷ് ഡിലൈറ്റ്സ് ആണ്. ടർക്കിഷ് സ്വീറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അലുവ പോലെ ഓരോരോ ഫ്ലേവറിലുള്ള അലുവ. അതിൻ്റെ പുറത്തൊരു വൈറ്റ് പൗഡർ പോലെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇതിൽ ഒരു 6 ശരിക്കും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈജിപ്ഷ്യൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ വീഡിയോസ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ഓരോരോ ടർക്കിഷ് ഡിലൈറ്റ്സ് ആണ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഷെഫ് ജോൺ. ഞങ്ങളിനി അടുത്തത് പോകുന്നത് ഓൾഡ് ബസാറിലേക്ക് പുള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ മുമ്പേ കണ്ട സ്ഥലത്തുനിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. അതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അതെ, ഡ്യൂട്ടി ഫ്രീന്ന് അതൊന്ന് കാണിച്ചാണ് നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. നോക്കൂ, എന്ത് മനോഹരമായിരിക്കുന്നു ആ ബൗൾസൊക്കെ കാണാൻ. ഇത് ഇസ്താംബുളിൽ നിന്ന് എഴുതിയ കുറച്ച് ടീഷർട്ടുകളും കപ്സ് എല്ലാം നല്ല മനോഹരമായ വർക്കുകളാണ്. എസ്പെഷ്യലി നിങ്ങളാ നോക്കിയ ഡീറ്റെയിൽസ് എന്താ, ഇതെല്ലാം സോപ്പുകളാണ്. ചെറിയ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആണ്. ആര് കണ്ടാലും മേടിക്കണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഹാൻഡ് ക്രാഫ്റ്റ്സ്. ഗ്ലോബ്സ് ഒരു മെമ്മറി പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇസ്താംബുൾ പോയെന്ന് ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ ആ ഷെൽഫിൽ ഇരിക്കുമ്പം തന്നെ ആൾക്കാർ പറയും, ഓ നിങ്ങൾ ഇസ്താംബുളിൽ പോയോ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാം. തലയിൽ വല്ലതും ഉണ്ടോ എന്നൊന്ന് തട്ടി നോക്കിയതാണ്. അതെ, നിങ്ങൾ നോക്കൂ, ഈ ഷെൽഫുകളിലിരിക്കുന്ന മനോഹരമായ പ്ലേറ്റുകളും ആർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. അവരുടെ ഓൾഡ് ബസാറിൽ അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഷൂ, അവരുടെ ഡ്രസ്സ്. ഞങ്ങൾ പോയപ്പോൾ വളരെ സ്നോ പെയ്യുന്ന ടൈമായിരുന്നു. നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഈ ഷോളൊക്കെ നല്ല തിക്ക് ഷോളാണ്. അതെ, ഇത് ഞങ്ങളുടെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയും, പക്ഷെ ലഞ്ച് ഒരു ടൈം ഞങ്ങൾ രണ്ടും കൂടെ ചേർത്ത് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. എർത്ത് പോട്ട് പോലത്തെ ഞങ്ങൾക്ക് കിട്ടിയത് റൈസ് പുഡിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. ആ ബ്രൗണിഷ് കളറിൽ ഇരിക്കുന്ന ലാംബ് റൈസാണ്. ചിക്കൻ ബൽഗർ റൈസ് എന്ന് പറയും, യെല്ലോ. ഇതൊരു സ്വീറ്റാണ്. ഏകദേശം നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് വരും. ഇങ്ങനെ പേ ചെയ്യാൻ നിന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. സോൾട്ട് ബേ അച്ചാച്ചൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ്. കാരണം ഹീസ് ഓൾസോ എ ഷെഫ്, എക്സിക്യൂട്ടീവ് ഷെഫ്. ആൻഡ് സോൾട്ട് ബേ ആർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരറ്റ്. അതാരും ഇങ്ങനെ ഉപ്പിടുന്നത് ഇങ്ങനെ കാണിക്കാറില്ലേ. അത് പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് ഇസ്താംബുൾ എയർപോർട്ടിൽ ഒരെണ്ണമുണ്ട്.
Okay, bye. See you later for next trip.